Good morning, everyone. It's a pleasure to welcome each one of you to the 27th session of Skill Sprint, where we come together every Sunday to learn, grow, and empower ourselves. Today, we are joined by a truly exceptional individual, a person who has dedicated over a decade to transforming lives through training and mentorship. He is a corporate trainer, motivational speaker, and a brand strategist who has successfully facilitated more than 1,500 impactful training sessions across the country. A postgraduate in journalism and mass communication, he is also a certified NLP counselor and a certified JCI national trainer, bringing together communication excellence with deep psychological insights. His expertise has been sought after by reputed organizations like Xiaomi Mobiles, Federal Bank, ISAF, Asianet, and many others. He has also played a key role in designing and piloting train the trainer programs that have shaped numerous upcoming facilitators. He currently serves as a faculty at the Institute of Management in Government Kerala and at the Institute of Chartered Accountants of India. He is a life member of the Indian Red Cross Society and was honored to serve as the zone president of JCI India Zone 20 in the year 2024. Adding to this long list of achievements, he is also a public speaking champion at the Kerala GC Sangamam, a true testament to his impactful communication and commanding stage presence. It is now time to hear from the man himself, someone who continues to inspire, influence, and ignite positive change wherever he goes. Please join me in welcoming our speaker for today's session, JFS Arun Jose. The floor is all yours, sir. താങ്ക് യു ചെയർപേഴ്സൺ കൃഷ്ണ. ഞാനിങ്ങനെ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ മറന്ന് കൃഷ്ണ എന്നെ പറ്റി പറയുന്നതൊക്കെ കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അവസാനം ഫ്ലോർ ഹാൻഡ് ഓവർ ചെയ്തപ്പോഴാണ് ഞാൻ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നത്. താങ്ക് യു കൃഷ്ണ ഫോർ ദ വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. ഉള്ളതിനെ കുറെ കൂടി നന്നായി പറയാനായിട്ട് സാധിച്ചു കൃഷ്ണയ്ക്ക്. സോ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് എവറി വൺ. ഈ ഒരു സെഷൻ നമ്മളിങ്ങനെ ഓൺലൈനിൽ പല നാളുകളായി പല ആഴ്ചകളിൽ ഞാനും ഇടയ്ക്ക് കയറാറുണ്ടായിരുന്നു സ്കിൽ സ്പ്രിന്റിൽ. ഓരോ പുതിയ ട്രെയിനേഴ്സ് വരുമ്പോൾ, ഓരോ പുതിയ ടോപ്പിക്കുകൾ വരുമ്പോൾ ഞാനും കൗതുകത്തോടു കൂടി കയറാറുണ്ടായിരുന്നു. ഇതൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് സ്കിൽ സ്പ്രിന്റിൽ ഒരു ഞായറാഴ്ച നിങ്ങൾക്കൊപ്പം ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുന്നത്. കാരണം ആദ്യം എൻ്റെ അടുത്ത് സിതേഷ് ഡേറ്റ് ചോദിച്ച സമയത്ത് എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് സാധിച്ചില്ല. അതിനുശേഷം ഞാൻ സിതേഷിനോട് ഡേറ്റ് ചോദിച്ച സമയത്ത്, തിരിച്ച് ഇങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞ സമയത്ത് എല്ലാ ഞായറാഴ്ചകളും ഓൾമോസ്റ്റ് ബ്ലോക്ക്ഡ് ആയ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അത് JC തൃപ്രയാറിൻ്റെ വെൽ ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള പ്ലാനിങ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഉറപ്പാണ് അടുത്ത മാസത്തെ എല്ലാ ഞായറാഴ്ചകളും അടക്കം ഓൾറെഡി പ്ലാൻഡ് ആണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാണ് എന്നുള്ളത്. സോ അത്രയധികം എക്സെപ്ഷണൽ ആയ രീതിയിലാണ് JC തൃപ്രയാർ ഈ പ്രോഗ്രാമിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു മെസ്സേജ് വന്നു കഴിഞ്ഞു, ഡൺ ടിൽ സെപ്റ്റംബർ. സൂപ്പർ. അപ്പോൾ അത്രയധികം വെൽ ഇൻ അഡ്വാൻസ് ആയി വെൽ പ്ലാൻഡ് ആയി മുമ്പോട്ട് പോകുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിലുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ JC തൃപ്രയാറിനോടും എസ്പെഷ്യലി പ്രസിഡന്റ് കൃഷ്ണയോടും ഇതിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സിതേഷിനോടും ഞാൻ അറിയിക്കുകയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിങ്ങനെ വലിയൊരു എന്താണ് പറയുക, ഒരു ട്രെയിനിങ് മോഡ് എന്നതിനൊക്കെ അപ്പുറം കുറച്ച് ചെറിയ എൻ്റെ ടോപ്പിക്ക് തന്നെ സ്മോൾ എന്ന വേർഡ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് രസകരമായി മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഈ ഓൺലൈനിൻ്റെ എല്ലാവിധ പരിമിതികളെയും നമുക്ക് ഇന്നിവിടെ മറികടക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയത്തേക്ക് സാധ്യമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റിയിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് സാധ്യമെങ്കിൽ നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് തുടങ്ങാം. അതിന് നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ നന്നായിരിക്കും. 2 മിനിറ്റാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ കേട്ടോ, 2 മിനിറ്റ്. എനിക്കറിയാം ഇറ്റ്സ് നോട്ട് ഈസി. ഈ വീഡിയോ ഓൺ ചെയ്ത് ഇതിനു മുമ്പിൽ ഇരിക്കുക അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. 2 മിനിറ്റ് നേരത്തേക്ക് സാധിക്കുന്നവർ ഓൺ ചെയ്യുക എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. യെസ്, കുറച്ച് പേരൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേഗം കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ അധികം നേരം ഞാൻ വീഡിയോയുടെ മുമ്പിൽ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കില്ല. വളരെ വേഗത്തിൽ സംഗതി തുടങ്ങാം. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു കളർ പറയും.
നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ കളവുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് വേഗം, ഞാൻ 10 സെക്കൻഡ്സ് ആണ് തരിക, ആ 10 സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് സ്ക്രീനിൽ ഒന്ന് കാണിക്കണം. അങ്ങനെ കാണിക്കാൻ സാധിക്കുന്നവരാണ് ഇതിൽ ജയിക്കുക. സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ബ്ലൂ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ബ്ലൂടൂത്ത് സ്പീക്കർ കാണാം, ഒരു പെൻ കാണാം, സിസേഴ്സ് കാണാം, പിന്നെന്താണ്, ഫോട്ടോ ഫ്രെയിം പോലെ എന്തോ ബുക്ക് കാണാം, ടാബ്ലറ്റ് ആണ്, നിശാന്ത് എന്തോ ഗുളികയൊക്കെയാണ് എടുത്ത് പിടിച്ചേക്കുന്നത് തോന്നുന്നു, ടർക്കികൾ കാണാം ഒന്ന് രണ്ട് പേരുടെ കയ്യിൽ. ഓക്കെ, സൂപ്പർ. സിതേഷിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ബ്ലൂ ആണ്. സിതേഷ് അതിൽ ജയിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ റൗണ്ട് കൂടി പോവാണ്, ഒരു ഒരു കളർ കൂടി പോവാണ്. ഇത് എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ളൊരു കളർ പറയാനാണ് തോന്നുന്നത്, എങ്കിലും ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് വയലറ്റ്. ഇറ്റ്സ് വയലറ്റ്. അത്ര കോമൺ ആയിട്ട് അടുത്ത് കാണാൻ സാധ്യത ഇല്ലാത്തതാണ് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്, പക്ഷേ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശാന്ത് ബാലരമയോ കളിക്കുടുക്കയോ എന്തോ വയലറ്റ് കളറിലുള്ളത് എടുത്ത് പിടിച്ചിട്ടുണ്ട്. ബുക്കാണ് നിർമ്മല മാമിൻ്റെ കയ്യിലുള്ളത്. പ്രസിഡന്റ് റൂം ഫ്രഷ്നർ ആണെന്ന് തോന്നുന്നു. യെസ്. പിന്നെ അഞ്ജലി പൂ, ഒരു പൂ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ശംഖുപുഷ്പം പോലെ എന്തോ ഫ്ലവർ ആണ്. സൂപ്പർ. മറ്റുള്ളവർ അന്വേഷണത്തിലാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ നിർബന്ധിക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്ത് വെച്ചാൽ മതിയാകും. തുടങ്ങിയത് തന്നെ നമ്മളിങ്ങനെ ഒരു ട്രഷർ ഹണ്ട് പോലെ, ഞാനൊരു കളവ് പറഞ്ഞു, അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾ തപ്പിയെടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ലൈഫിൽ ഉടനീളം വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ചെയ്തത് വളരെ ചെറിയൊരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്കിതിനൊരു കുട്ടിക്കളി എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഞാനൊരു കളവ് പറയുന്നു, ആ ഒബ്ജക്റ്റ് എടുത്ത് കാണിക്കുന്നു, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കുട്ടിക്കളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷെ ഈ ചെറിയ കാര്യത്തോട് പോലും നമ്മൾ കാണിച്ച ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, കഴിഞ്ഞ ഒരു മിനിറ്റ് സമയത്ത് ഈ ചെറിയ കാര്യത്തോട്, ഈ കുട്ടിക്കളിയോട് നിങ്ങൾ കാണിച്ച ഒരു ആത്മാർത്ഥതയുണ്ട്. ഒരു നിർബന്ധവും ഇല്ല ഇത് ചെയ്യണമെന്ന്, വീഡിയോ ഓൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് എടുത്ത് കാണിക്കണമെന്നോ. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച ആ ആത്മാർത്ഥതയുണ്ട്. പലപ്പോഴും ചെറിയ കാര്യങ്ങളെ നമ്മൾ വലിയ താല്പര്യമില്ലാതെ കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെറുതിനൊന്നും വിലയില്ല, എല്ലാം വലിയ കാര്യങ്ങൾക്കാണ്. റോക്കറ്റ് സയൻസുകളാണ് നമ്മൾ എപ്പോഴും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ഈ അരുന്ധതി റോയുടെ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ ഉടയതമ്പുരാൻ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും ഭംഗിയായി ചെയ്യുന്ന മനുഷ്യർ നമുക്ക് ഇടയിലുണ്ട്. അതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ്, അതിനു മുമ്പ് ഞാനിവിടെ ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഗോൾ, ഒരു ലക്ഷ്യം എന്താണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? പുറത്ത് പറയാവുന്നതാണെങ്കിൽ, ഷെയർ ചെയ്യാവുന്നതാണ് എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു ലക്ഷ്യം, ഒരു ഗോൾ എന്താണ്? ഞാൻ ഇപ്പോൾ എന്ന് എടുത്തു പറയാൻ കാര്യം, കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. എംപവർ ദ യങ് ജനറേഷൻ, നിർമ്മല പരമേശ്വരൻ, താങ്ക് യു. സിതേഷിന് സ്കിൽ സ്പ്രിന്റ് അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഇല്ല, വേറെ ഒന്നുമില്ല. ഊണിലും ഉറക്കത്തിലും 50 സെക്ഷൻസ് ഓഫ് സ്കിൽ സ്പ്രിന്റ് ദിസ് ഇയർ. സൂപ്പർ സൂപ്പർ. വേറെന്തെങ്കിലും, ആരുടെയെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഡ്രീം ഒക്കെ ആയി കരുതുന്ന കാര്യങ്ങൾ? രണ്ട് പേരാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടാണെങ്കിലും പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് സംഗതികളെ ഞാനൊന്ന് എടുക്കുകയാണ്. ഒന്ന്, എംപവർ ദ യങ് ജനറേഷൻ. രണ്ട്, 50 സെഷൻസ് ഓഫ് സ്കിൽ സ്പ്രിന്റ് ദിസ് ഇയർ. ഇവിടെ ഞാൻ സിതേഷിന്റെ ഗോളൊന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 50 സെഷൻസ് ഓഫ് സ്കിൽ സ്പ്രിന്റ് ദിസ് ഇയർ. ഞാൻ അതിന് സിതേഷിൻ്റെയും അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെയും ഹെൽപ്പ് എനിക്കൊന്ന് വേണം. നിങ്ങൾ ഈ പ്രോഗ്രാം എങ്ങനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്? എല്ലാ ഞായറാഴ്ചകളിലും നടത്തണം എന്ന രീതിയിലായിരുന്നോ? എത്ര എണ്ണം നടത്തണമെന്നായിരുന്നു? ഇതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇന്റർവ്യൂ നടത്തുന്ന പോലെയാണ്, എങ്കിലും സാരില്ല. സിദ്ധേഷേട്ടൻ പറഞ്ഞു. സിതേഷ് ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 50 സെഷൻസ് എന്നുള്ളൊരു ഗോളോടെ തന്നെ തുടങ്ങിയത്. യെസ്. കറക്റ്റ് ലാസ്റ്റ് സൺഡേയിൽ 50 ആവുന്നുണ്ട് ഡിസംബറിൽ. ഡിസംബറിലെ ലാസ്റ്റ് സൺഡേ ആകുമ്പോൾ 50 ആകും. ആ ഒരു കാൽക്കുലേഷനോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. അതെ അതെ. തീർച്ചയായിട്ടും കൺഗ്രാറ്റുലേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വലിയ അഡ്വാൻസ് ആയി പൊക്കോണ്ടിരിക്കുന്നത്. സി,
വ്യക്തമായ ഒരു ഗോൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 50 സെഷനുകൾ നടത്തുക, എല്ലാ ഞായറാഴ്ചകളിലുമായി 50 ഓൺലൈൻ സെഷനുകൾ വിവിധ ടോപ്പിക്കുകളിൽ നടത്തുക എന്നൊരു ലക്ഷ്യം മുന്നിൽ നിർത്തിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ലക്ഷ്യങ്ങൾ നമ്മളെ പലപ്പോഴും മുമ്പോട്ട് കുതിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും, നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ലക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ടാർഗറ്റുകളെ എടുത്തു കഴിയുമ്പോഴാണ്, ടാർഗറ്റുകളെ മുമ്പിൽ വെച്ച് കഴിയുമ്പോഴാണ് നമ്മൾ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നത്. വളരെ വേഗത്തിലല്ല, വളരെ കൃത്യമായി ഫോക്കസ്ഡ് ആയി മുമ്പോട്ട് പോകാറുള്ളത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: നമുക്കെല്ലാം ലക്ഷ്യങ്ങളുണ്ട്, നമുക്കെല്ലാം വലിയ ആഗ്രഹങ്ങളുണ്ട്, വലിയ സ്വപ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്? നമ്മുടെ മെയിൻ ടോപ്പിക് ഇതൊന്നും അല്ല, എങ്കിലും ഞാനൊന്ന് അതിലേക്ക് അടുപ്പിക്കാനായിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് കോമൺ ആയി ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ? അതിപ്പോൾ ഏത് ലക്ഷ്യമാണെങ്കിലും കോമൺ ആയി നമുക്ക് ഉപയോഗിക്കാവുന്ന ചില കാര്യങ്ങൾ, ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കോമൺ ആയി നമ്മൾ ചെയ്തു വരാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഒപ്പീനിയൻ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. പ്ലാനിങ്, സൂപ്പർ വന്ദന. യെസ്, 2-3 പേർ പ്ലാനിങ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിസ്റ്റൻസി പറഞ്ഞിട്ടുണ്ട്, എക്സലൻറ്റ്. എല്ലാവരും പ്ലാനിങ്ങിലാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഒരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നേടണമെങ്കിൽ നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടാകണം, അതിന് യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നിർമ്മല മാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. ആ പ്ലാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ കൺസിസ്റ്റൻ്റ് ആയ എഫേർട്ട് നമുക്ക് ഇടണം. സൂരജ് പറഞ്ഞിരിക്കുന്നു ഫോക്കസ്, നമ്മുടെ ഗോളിൽ നിന്നും ഫോക്കസ് മാറാതെ മുമ്പോട്ട് പോകണം. എക്സലൻറ്റ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പറയുന്നത് പോലെ ദ പവർ ഓഫ് സ്മോൾ സ്റ്റെപ്സ്. ചെറിയ നീക്കങ്ങളുടെ, ചെറിയ മൂവ്മെന്റുകളുടെ, ചെറിയ സ്റ്റെപ്പുകളുടെ പവർ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലക്ഷ്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. ബ്രേക്ക് ഡൗൺ ഗോൾസ്. പലപ്പോഴും നമ്മൾ ലക്ഷ്യങ്ങൾ ഇതാ ഈ സ്ക്രീനിൽ കാണാവുന്നത് പോലെ, ആ സ്ക്രീനിൽ കാണുന്ന ഐറ്റത്തിന്റെ പേരെന്താണെന്ന് പറയാമോ ചാറ്റ് ബോക്സിലോ? ഹേർഡിൽസ്. നോ ഡൗട്ട് അജീഷ്, കൺഗ്രാചുലേഷൻസ്. ഹർഡിൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹർഡിൽസിന് ഒരു പ്രത്യേകത, ഒരു 110 മീറ്റർ ഒക്കെയാണ് ഏറ്റവും കുറഞ്ഞ ദൂരം ഹർഡിൽസിൽ സാധാരണ മത്സരിക്കുന്നത്. 10 മീറ്റർ ഓടിയാൽ ആ 10 മീറ്ററിൽ ഒരു ഹർഡിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അതിനെ ചാടിക്കടക്കണം, അത് മറച്ചിടാതെ ചാടിക്കടക്കണം. വീണ്ടും അടുത്ത 10 മീറ്റർ ഓടുമ്പോൾ അവിടെയും അടുത്ത ഹേർഡിൽ ഉണ്ടാകും. ഇങ്ങനെ പല ഹർഡിലുകളെ പിന്നിട്ട് 110ാമത്തെ മീറ്ററിൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ, ആദ്യം എത്തുമ്പോൾ മത്സരത്തിൽ ജയിക്കും, അല്ലെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ ഹർഡിൽസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ പലപ്പോഴും പല ഘട്ടങ്ങളായി തിരിക്കാറുണ്ട്. ഷോർട്ട് ടൈം ഗോൾസ് എന്ന് പറയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ, ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട്, ഒരു കുട്ടിക്ക് ഒരു ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആദ്യം 10ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി പാസ്സാകണം. അതൊരു ഷോർട്ട് ടൈം ഗോളാണ്. അതിനുശേഷം ലക്ഷ്യം വയ്ക്കുന്നത് +2 ആയിരിക്കും. സയൻസ് ഗ്രൂപ്പ് എടുത്ത് +2 നല്ല മാർക്കോട് കൂടി പാസ്സാകണം. അതോടൊപ്പം തന്നെ അടുത്തൊരു ഷോർട്ട് ടൈം ഗോളാണ് എൻട്രൻസ് പാസ്സാവുക എന്നുള്ളത്. പിന്നെ അത് നല്ല റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ MBBSന് ജോയിൻ ചെയ്യുന്നു, അത് പഠിക്കുന്നു, ഓരോ സെമസ്റ്ററുകൾ പാസ്സാവുക എന്നുള്ള ടാർഗറ്റ് വയ്ക്കുന്നു, ആ സെമസ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യുന്നു, ഡോക്ടർ ആകുന്നു. ഒരു ലോങ് ടൈം ഗോളിന് വേണ്ടിയിട്ട് എത്രയോ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെയാണ് കടന്നു പോകേണ്ടത്. അത് 10ഉം +2ഉം എൻട്രൻസും MBBSന്റെ ഓരോ സെമസ്റ്ററുകളും അടക്കം നമ്മൾ കടന്നു പോകുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ ലക്ഷ്യങ്ങളെ മുമ്പോട്ട് വയ്ക്കുമ്പോഴും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് പവർ ഓഫ് സ്മോൾ സ്റ്റെപ്സിൽ നമ്മൾ ഇന്ന് ഏറ്റവും ഭംഗിയായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സ്മോൾ സ്റ്റെപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ സ്മോൾ സ്റ്റെപ്സ് എടുക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ? എന്താണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട്? ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കാണാം കോൺസെപ്റ്റ് ഓഫ് കോമ്പൗണ്ട് ഗ്രോത്ത്. ചെറിയൊരു ബുദ്ധിമുട്ട്, എനിക്ക് പനിയുടേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ശബ്ദം ഇടയ്ക്ക് ഇടറുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണം. കോൺസെപ്റ്റ് ഓഫ് കോമ്പൗണ്ട് ഗ്രോത്ത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളെ അട്രാക്ട് ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഒരു ചിന്ത എടുത്തു നോക്കാം. നമ്മുടെ കഴിവുകളെ, അല്ലെങ്കിൽ നമ്മുടെ പണത്തിനെ, നമ്മുടെ ശീലങ്ങളെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ
എങ്ങനെ ഈ സ്മോൾ സ്റ്റെപ്സിലൂടെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിന് കോമ്പൗണ്ട് ഗ്രോത്ത് എന്നൊരു കോൺസെപ്റ്റ് വെച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ശരി, നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു ഒരു കാര്യത്തിൽ തുടങ്ങുകയാണ്. ഒരു ബേസ് വാല്യൂ നമുക്ക് ഒന്നായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് 1 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ അതിനെ ഇപ്പം 1 എന്നൊരു മാർക്കിട്ട് വെക്കുകയാണ്. 1 ഗ്രേഡ് ഇടുമ്പോൾ എൻ്റെ ഗ്രേഡ് വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, എൻ്റെ കയ്യിൽ ₹1, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എക്സാമ്പിളുകൾ എടുക്കാം. അപ്പോൾ അതെൻ്റെ ഒരു ഹാബിറ്റ് ആകാം, ഞാൻ ജിമ്മിൽ പോകുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യമായിരിക്കാം, എൻ്റെ ഏതെങ്കിലും മറ്റ് സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം. നിലവിൽ എൻ്റെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആ സ്കില്ല് 1 എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ സ്കില്ലിനെ അല്ലെങ്കിൽ ഈ ഹാബിറ്റിനെ എല്ലാ ദിവസവും ഇംപ്രൂവ് ചെയ്യും. ഞാൻ ഈ ഡിസിഷൻ എടുക്കുകയാണ്. എവറി ഡേ ഞാൻ ഇംപ്രൂവ് ചെയ്യും. ഒരുപാടൊന്നും ചെയ്യാൻ പോകുന്നില്ല, 1% ഞാൻ ഇംപ്രൂവ് ചെയ്യും. യു ഇംപ്രൂവ് ബൈ 1% എവറി ഡേ. എനിക്ക് ഇപ്പോഴുള്ള 1 ഞാൻ നാളെ 1% ഇംപ്രൂവ് ചെയ്യും. എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത്, എൻ്റെ ബോഡി വെയ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നിലവിൽ എന്താണോ നിലവിൽ അതിൽ നിന്ന് 1% ഞാൻ നാളെ ഇംപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് ഇംപ്രൂവ് ചെയ്യും. ഇന്ന് 1% ഇംപ്രൂവ് ചെയ്താൽ അതിൻ്റെ കൂടെ നാളെ 1% കൂടി ഇംപ്രൂവ് ചെയ്യും. വലിയ നമ്പേഴ്സ് ഒന്നും അല്ല നമ്മൾ പറയുന്നത്, 1%. 1%. ഇന്ന് ഫോർ എക്സാമ്പിൾ, ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്നത് 1 പുഷപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ 10 പുഷപ്പ് ആണെങ്കിൽ, നാളെ ഞാൻ 1 പുഷപ്പ് കൂടി കൂടുതൽ എടുക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ കൂട്ടിയെടുക്കുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ദിസ് മീൻസ് ഈച്ച് ഡേ യു ആർ മൾട്ടിപ്ലൈയിങ് യുവർ പ്രോഗ്രസ്. എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ പ്രോഗ്രസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണക്ക് പറയുന്നത് 1.01 എന്നാണ്. ഈ 01 ആണ് 1% എന്ന് പറയുന്നത്. 1ന്റെ കൂടെ 1% കൂട്ടുന്നതാണ് 1.01. എല്ലാ ദിവസവും ഞാൻ എൻ്റെ സ്കില്ലിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തെ 1% വെച്ച് ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഇനി എന്ത് സംഭവിക്കും. എല്ലാ ദിവസവും 1% വെച്ച് ഇംപ്രൂവ് ചെയ്താൽ എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത്? ഈ കോമ്പൗണ്ട് ഗ്രോത്ത് പ്രകാരം എന്ത് കിട്ടും? ആഫ്റ്റർ 100 days യു ആർ നിയർലി 3x ബെറ്റർ. 100 ദിവസം കഴിയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി 1% എനിക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ട് എങ്കിൽ 100 ദിവസം കഴിയുമ്പോൾ അതിനർത്ഥം ഒന്നാമത്തെ ദിവസം എത്തതിനേക്കാൾ ഏകദേശം 3 ഇരട്ടിയിൽ ഞാൻ എത്തുമെന്നാണ്. എനിക്ക് എന്തുണ്ടായിരുന്നോ അതിനേക്കാൾ 3 ഇരട്ടിയിൽ ഞാൻ എത്തും. ആഫ്റ്റർ 1 year 365 ദിവസം കഴിയുമ്പോൾ 38 ഇരട്ടിയാണ് ഞാൻ തുടങ്ങിയതിൽ നിന്ന് എനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നത്. 38 ടൈംസ് തുടങ്ങിയതിൽ നിന്ന്. ആലോചിച്ച് നോക്കാം, ഡെയിലി 1% ഇംപ്രൂവ്മെന്റ് ഞാൻ എനിക്ക് ഉണ്ടാക്കിയാൽ 1 വർഷമാകുമ്പോൾ 38 ഇരട്ടിയാണ് ഞാൻ വളരാൻ പോകുന്നത്. 100 ദിവസത്തേക്ക് നോക്കിയാൽ 3 ഇരട്ടിയാണ് ഞാൻ വളരാൻ പോകുന്നത്. ഞാൻ ഇതോടൊപ്പം തന്നെ ഒരു കാൽക്കുലേഷൻ ഇതിൻ്റെ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നോക്കാം, ഡേ 1ൽ 1% കൂടുന്നത് 1.01 ആണ്. ഡേ 2ലേക്ക് വരുമ്പോൾ 1.0201 ആണ്. വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്ത് നമുക്ക് നോക്കാം, 1 മാസമായപ്പോൾ 30ാമത്തെ ദിവസമായപ്പോൾ ഇറ്റ്സ് 1.34. മറ്റുള്ളവരുടെ കണ്ണിൽ അല്ലെങ്കിൽ അതിഭീകര വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഇറ്റ്സ് ഇംപ്രൂവിങ്, കൂടിക്കൂടി വരുന്നുണ്ട്. 100ാമത്തെ ദിവസമാകുമ്പോൾ 100ാമത്തെ ദിവസം സ്ക്രീനിൽ നോക്കിയാൽ കാണാം, ഇറ്റ്സ് 2.70, ഓൾമോസ്റ്റ് 3 അടുത്താണുള്ളത്. അതാണ് പറഞ്ഞത്, 100 ദിവസം ആകുമ്പോൾ 3 ഇരട്ടിയോളം വരുമെന്നുള്ളത്. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ വളരെ കൃത്യമായി കിട്ടും. ₹1 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എല്ലാ ദിവസവും 1% റിട്ടേൺ കിട്ടുന്നു. അങ്ങനെ ചിന്തിച്ചാൽ മതി. ജനുവരി 1ന് ₹1 എൻ്റെ ഉണ്ടായിരുന്നത്. അതിന് ഇൻട്രസ്റ്റ് 1% വെച്ചിട്ട് കിട്ടി ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ എക്സൽ ഷീറ്റ് ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുകയാണ്. 365ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത്
37.78 37.78. ഡിയർ ഫ്രണ്ട്സ്, വിച്ച് മീൻസ് ഒന്നിൽ നിന്ന് തുടങ്ങിയാൽ 1% വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് ഉണ്ടാകുന്നത് 38 ടൈംസ് ഗ്രോത്ത് ആണ്. എനിക്ക് എന്ത് സ്കില്ലാണോ വളർത്തേണ്ടത്, എനിക്ക് എന്ത് ഹാബിറ്റാണോ വളർത്തേണ്ടത്, എനിക്ക് എന്ത് കാര്യത്തിലാണോ മാറ്റം വരേണ്ടത്, അതിനു വേണ്ടിയിട്ട് ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക, കോൺസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരിക്കുക. വലിയ മാറ്റമാണ് ഒരു ലോങ് ടേമിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ദിസ് ഈസ് ദ പവർ ഓഫ് സ്മോൾ സ്റ്റെപ്സ്. നമ്മളെപ്പോഴും ചിന്തിക്കും, ഒരു ചെറിയ കാര്യം ചെയ്തുകൊണ്ട് എന്താകാനാണ്, ഒരു ചെറിയ മാറ്റം, നമുക്കെല്ലാം വളരെ അധികം പെട്ടെന്ന് മാറണമെന്നാണല്ലോ. പക്ഷെ ഞാനിവിടെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ തൽക്കാലത്തേക്കൊന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ഓർക്കുന്ന കാര്യമുണ്ട്, അഞ്ജലിക്ക് അത് റിക്കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം 2024 ഞാൻ സോൺ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്പീച്ച് ക്രാഫ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് JCI തൃപ്രയാറാണ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ സ്പീച്ചിൽ ഞാൻ പറഞ്ഞത്, എനിക്ക് സോൺ 20ക്ക് എന്നോടുള്ള സ്നേഹം വളരെ കൂടുതലാണ്. സോൺ പ്രസിഡന്റ് ആയതിനു ശേഷം സോൺ 20 എന്നെ സ്നേഹിച്ച് എൻ്റെ വെയിറ്റ് ഏകദേശം 11 കിലോ കൂടിയെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 11.5 kg ആണ് സോൺ 20യുടെ സ്നേഹം കൊണ്ട് എനിക്ക് കൂടിയത്. കാര്യം എല്ലായിടത്തും ചെല്ലുമ്പോൾ എന്നെ ഇങ്ങനെ ഭക്ഷണം തന്നു വന്ന് സ്നേഹത്ത് പ്രകടിപ്പിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഞാനാണ് ഈ സ്നേഹം സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരെ മോശമല്ല, നന്നായിട്ട് ഞാൻ ഭക്ഷണവും കഴിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കൊല്ലം സ്പീച്ച് ക്രാഫ്റ്റിന്റെ ആ സമയമൊക്കെ ആയി കഴിഞ്ഞപ്പം ഐ റിയലൈസ്ഡ് എൻ്റെ വെയിറ്റ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അന്ന് ഞാൻ എടുത്ത സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, അന്ന് ഞാൻ എടുത്ത കാര്യം, ഞാനത് പബ്ലിക്കായി നമ്മുടെ അനൗൺസ് ചെയ്തു. സോൺ കോൺഫറൻസിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടായിരിക്കും നിൽക്കുക എന്ന്. ഡിയർ ഫ്രണ്ട്സ്, എന്നെ സംബന്ധിച്ച് വളരെ ഹെക്ടിക്കായ ഒരു വർഷത്തിൽ മറ്റു കാര്യങ്ങൾക്കോ ജിമ്മിൽ പോകാനോ മറ്റു പരിപാടികളോ ഒന്നും നടക്കാത്ത അത്രയധികം തിരക്കുള്ള ഒരു വർഷമായിരുന്നു സോൺ പ്രസിഡന്റ് എന്നുള്ള വർഷം. ഞാൻ ചെയ്ത കാര്യം ചെറിയ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഭക്ഷണശീലത്തിൽ മധുരം കഴിക്കുന്നതിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മധുരം ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, തൃപ്രയാർ ചാപ്റ്ററിൽ ഇത് സംസാരിക്കുമ്പോൾ തീർച്ചയായും അതിനൊരു കണക്ഷൻ കൂടിയുണ്ട്. JCI തൃപ്രയാറിന്റെ ഇൻസ്റ്റലേഷന് ഞാൻ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഗിഫ്റ്റ് തന്നതിൽ ഒരു ചെറിയൊരു ബുക്ക് ഉണ്ട്, ഒരു ഡെയിലി പ്ലാനർ ബുക്ക്, ഒരു ബ്ലാക്ക് കളറുള്ള. ഞാനിപ്പം ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല, ബിക്കോസ് എൻ്റെ ടേബിളിൽ അത് എപ്പോഴും ഉണ്ട്. ഇവിടെ ചെറിയൊരു പെയിന്റിങ് പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബുക്ക് എടുത്ത് ഞാൻ എൻ്റെ ടേബിളിൻ്റെ പുറത്ത് വെച്ചു. എൻ്റെ ടേബിളിൻ്റെ പുറത്ത് ഞാൻ വെച്ചു. ഒരു വെയിങ് മെഷീൻ എൻ്റെ റൂമിൽ ഞാൻ വെച്ചു. എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെയ്തിരുന്ന കാര്യം, എൻ്റെ വെയിറ്റ് നോക്കും. ആ വെയിറ്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബുക്കിൽ ഞാനിങ്ങനെ എഴുതും, ഡേറ്റ് എഴുതും, വെയിറ്റ് എഴുതും. എല്ലാ ദിവസവും രാവിലെയാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ഈ എക്സൽ ഷീറ്റ് കണ്ടപ്പോൾ അറിയാം, 1% കൂടുമ്പോൾ 1.01% ആണ് മാറ്റമുള്ളൂ. എൻ്റെ വെയിറ്റും ഏകദേശം അതുപോലെ തന്നെ, ഒരു മാറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ കാണുന്നില്ല. പക്ഷെ ഞാൻ ആ പ്രോസസ്സിൽ വിശ്വസിച്ചു. ഞാൻ എൻ്റെ ഷുഗർ കട്ട് ചെയ്തു, എൻ്റെ ഭക്ഷണം കൺട്രോൾ ചെയ്തു, ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കി, ഇങ്ങനെ മുമ്പോട്ട് പോയി. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഈ വെയിറ്റ് എഴുതുമ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, 50 ഗ്രാം 25 ഗ്രാം വെച്ച് കുറയുന്നത് എനിക്ക് ഹാപ്പിനെസ് വരാൻ തുടങ്ങി. അതിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ സോൺ കോൺഫറൻസ് ആയപ്പോഴേക്കും ഞാൻ ഏകദേശം 7.5 കിലോ എനിക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഒരു വർക്കൗട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ 7.5 കിലോ കുറയ്ക്കാനായിട്ട് സാധിച്ചു. അതെനിക്ക് വളരെയധികം സന്തോഷം നൽകിയൊരു കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ മാറ്റമാണ് ഈ പറയുന്നത്. അതിനുശേഷം ആ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിറ്റ് കയറി എന്നുള്ളത് വേറെ കാര്യം. സോ പക്ഷെ എനിക്കൊരു മാതൃകയുണ്ട്. എനിക്കിപ്പോൾ അത് മുമ്പോട്ട് പോകാൻ, ഇനി ശ്രമിക്കാൻ എൻ്റെ കയ്യിലൊരു മാതൃകയുണ്ട്. അത് വീണ്ടും തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ചെറിയ സ്റ്റെപ്പുകളുടെ, ചെറിയ നീക്കങ്ങളുടെ റിസൾട്ടിനെ പറ്റിയാണ്. എടുത്താലും അതിന് വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മളൊരു എക്സാമ്പിൾ സഹിതമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. ആൻഡ് ഇത് നമ്മളിപ്പോൾ കോമ്പൗണ്ട് ഗ്രോത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഉണ്ട്. മനഃശാസ്ത്രപരമായ ഒരു ഗുണം
നമുക്ക് ഈ ചെറിയ സ്റ്റെപ്സ് എടുക്കുന്നതിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെന്ത് കോൺസെപ്റ്റ് ആണ് ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊരു കോൺസെപ്റ്റ് ആണ്, അതിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ്. Eat the frog first. അല്ല യെസ്, അങ്ങനെയും പറയാം. അല്ല തവള വെള്ളത്തിൽ ചൂട് പതുക്കനെ അറിയുമ്പോ അത് തന്നെ ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ ഒരു പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവളയെ നമ്മൾ എടുത്തിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക്, ചൂട് വെള്ളത്തിലേക്ക് ഇട്ടാൽ, ബിഫോർ ദാറ്റ്, ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ല. ഇതൊരു എക്സാമ്പിളായി പറയുന്നതാണ്. ഇതൊരു എക്സാമ്പിളായി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഒരു തവളയെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് ചാടി പുറത്ത് കിടക്കും. അതിന് ആ ചൂട് സഹിക്കാൻ പറ്റില്ല. എല്ലാവരെയും പോലെ ചൂട് സഹിക്കാൻ പറ്റില്ല, ചാടി രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കും. പക്ഷെ തവളയെ എടുത്തിട്ട് വളരെ പ്ലെയിൻ ആയിട്ടുള്ള വലിയ ചൂടൊന്നുമില്ല, തണുപ്പുള്ള ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, പ്ലെയിൻ വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തവള അവിടെ കിടന്ന് എൻജോയ് ചെയ്യും വെള്ളത്തിൽ. ഈ സാധനത്തിന് നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ, താഴെ തീ കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റവിന്റെ ബേർണർ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചൂട് മെല്ലെ മെല്ലെ കൂടുള്ളൂ. വളരെ ചൂട് കുറച്ച് നമ്മൾ മെല്ലെ കൂട്ടി കൊണ്ടുവന്നാൽ ഈ മാറുന്ന ചൂടിനെ തവള നമ്മളെന്താ പറയാ, വളരെ സ്റ്റീം ബാത്തൊക്കെ ചെയ്യും പോലെ എൻജോയ് ചെയ്ത് ചൂട് കൂടി അത് രക്ഷപ്പെടാൻ പറ്റാതെ അതിൽ കിടന്ന് മരണപ്പെടും. തിളച്ച വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ചാടി രക്ഷപ്പെടും. പക്ഷേ സാധാ വെള്ളം മെല്ലെ മെല്ലെ ചൂടായി വരുമ്പോൾ ഇത് എൻജോയ് ചെയ്ത് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിൽ കിടന്ന് അവസാനം മരണപ്പെടും. ഇതിനെയാണ് ഈ ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള ഒരു കോൺസെപ്റ്റാണ്. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലും പലപ്പോഴും സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വലിയ ചേഞ്ച് ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് 15 കിലോ അല്ലെങ്കിൽ കുറയ്ക്കണം, 10 കിലോ കുറയ്ക്കണം എന്ന് കേൾക്കുമ്പോൾ ഓ മൈ ഗോഡ്, അതൊക്കെ എങ്ങനെ നടക്കാനാണ്, നല്ല പണിയെടുക്കേണ്ടി വരും എന്ന ചിന്തയാണ് എന്നെ സംബന്ധിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ ടാർഗറ്റ് ചെയ്യുകയാണ്, എനിക്ക് ഒരു കിലോ കുറയ്ക്കണം. അത്രയും മനസ്സ് സ്ട്രെസ്ഡ് ആവില്ല. ഓക്കെ, 1 കിലോ ആയല്ലേ, അതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന രീതിയിൽ മനസ്സ് സമീപിക്കും. ഈ മെല്ലെ മെല്ലെ മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളതിനെ ഓക്കെ, അതുമായി താതാത്മ്യം പ്രാപിച്ച് മുമ്പോട്ട് പോകും. ഒറ്റയടിക്ക് മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് തന്നെയാണ്, ഒരു മല കയറാൻ പോകുന്നു. ഏറ്റവും ആദ്യം മലയുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും എടുക്കും. ചിലപ്പോൾ നമ്മളൊരു അത്ലറ്റിക് പേഴ്സൺ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മനസ്സും എടുക്കും, ഓ മൈ ഗോഡ് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയും. പക്ഷേ മെല്ലെ മെല്ലെ ഈ തൊട്ട് മുകളിൽ വരുന്ന നമുക്ക് കയറാം, അവിടെ ചെന്നിട്ട് സെൽഫിയൊക്കെ എടുക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ പോയിന്റും നമ്മൾ മെല്ലെ മെല്ലെ കയറാൻ തുടങ്ങും. ദൂരം കൂടിയ യാത്രകൾ, കുറേ ദൂരം നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഞാൻ ഓരോ എക്സാമ്പിളുകൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, അടുത്തൊരു കാര്യം, ഇവിടെ ഇത് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ മറ്റൊരു ചിന്ത പങ്കുവയ്ക്കുന്നത്. ഞാൻ പറയുകയാണ്, ഈ വർഷം അവസാനം നമുക്കൊരു ടൂർ പോകണം. ഒരാൾ 30,000 രൂപ എടുക്കണം, വിദേശത്തേക്കാണ് പോകുന്നത്. അത് കേൾക്കുമ്പോഴേ, ഇപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അഞ്ജലി ഒന്ന് മുഖം ചുളിച്ചു. അതേസമയം ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ എല്ലാവരും ഒരു ദിവസം ഒരു 100 രൂപ അല്ലെങ്കിൽ 10 രൂപ വെച്ച് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കൂൾ, വലിയ പ്രശ്നമില്ല. അതേസമയം ഒറ്റയടിക്ക് 30,000 രൂപ എടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാണ്. ഞാനിവിടെ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഈ വർഷം ആദ്യം 2025 ആദ്യം ജനുവരി 1 or 2 തീയതികളിൽ എനിക്ക് ഫോൺ പേയിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരികയാണ്. നമ്മുടെ UPI ആപ്പായിട്ടുള്ള ഫോൺ പേയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. ഡെയിലി സേവിങ് സ്കീമാണ് അവർ പറയുന്നത്. ഡെയിലി സേവിങ് സ്കീം കൊള്ളാലോ, എന്താ സംഭവം എന്ന് അറിയാനായിട്ട് എടുത്തു നോക്കി. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ്. എല്ലാ ദിവസവും നിങ്ങൾക്കൊരു എമൗണ്ട് സെറ്റ് ചെയ്യാം, ആ എമൗണ്ട് അവർ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് 10 രൂപ, 20 രൂപ, 30 രൂപ. അപ്പോൾ ഞാൻ നോക്കി, ഇത് രസമാണല്ലോ, എന്നാൽ പിന്നെ 10 രൂപ പരീക്ഷണമാണല്ലോ, 10 രൂപ എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഓക്കെ അടിച്ചു. ഓട്ടോ പേ ഓണായി. അപ്പോൾ ഓരോ ദിവസവും 10 രൂപ വെച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകണം. രാവിലെ ഏകദേശം 8 മണി 8:30 സമയത്ത് SMS വരും. അപ്പം ഈ SMS വരുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഓർക്കുക, 10 രൂപ പോയോ, ഓക്കെ. ഒരു ദിവസം 10 രൂപ ചിലവാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എത്രയോ രൂപ ചായ കുടിച്ച് മാത്രം കളയുന്നു. വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ കൊളീഗ്സിനൊപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എത്ര രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. പലപ്പോഴും കണക്ക് പോലും സൂക്ഷിക്കാറില്ലല്ലോ ഇത്തരം കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസവും 10 രൂപ വെച്ച് പോകാൻ തുടങ്ങി.
എനിക്ക് തോന്നി കഴിഞ്ഞ മെയിലോ മറ്റോ ഞാൻ വെറുതെ ഫോൺ പേയിൽ ഈ മെസ്സേജ് വന്നപ്പോൾ, അന്ന് ഞാൻ ഫ്രീ ആയിട്ടുള്ള ഡേ, ഈ മെസ്സേജ് വന്നപ്പോൾ എനിക്കൊരു കൗതുകം, ഇതിപ്പോൾ എത്ര രൂപയായിട്ടുണ്ടാകും. ഞാൻ എടുത്തു നോക്കുമ്പോൾ ഏകദേശം 100 ദിവസങ്ങളൊക്കെ പിന്നിട്ട സമയത്താണ് ഞാൻ നോക്കുന്നത്, 1000-ലധികം രൂപ. എനിക്കതൊരു വളരെ സർപ്രൈസിങ് ആയി തോന്നി. ഡെയിലി 10 രൂപ വെച്ച് പോകുന്നു, അത് 100 ദിവസം കഴിയുമ്പോൾ 1000 രൂപ. കൊള്ളാലോ പരിപാടി. ആ സമയത്ത് ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ചെറിയൊരു പ്രോഫിറ്റും ഉണ്ട്. എന്തോ 110 രൂപയോ, ഐ മീൻ സോറി, 1010 രൂപയോ 1015 രൂപ അങ്ങനെ എന്തോ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും 10-15 രൂപ കൂടുതൽ കിട്ടി. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ ആ ഓപ്ഷൻസ് നോക്കിയപ്പോൾ എമൗണ്ടിൽ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനതിന് 20 രൂപയാക്കി. ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും നോക്കുമ്പോൾ എമൗണ്ട് കയറുന്നു. രസമുണ്ട് ഈ പരിപാടി. ഇപ്പോൾ 30 രൂപ വെച്ചിട്ടാണ് എല്ലാ ദിവസവും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, 10 രൂപ വെച്ച് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ 10 രൂപ വെച്ച് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ 3650 രൂപ ഒന്നും അറിയാതെ സേവിങ്സ് ആയി കിട്ടുകയാണ്. ഒന്നും അറിയാതെ സേവിങ്സ് ആയി കിട്ടുകയാണ്. ആ 3650 രൂപ ചെലവാക്കാൻ വലിയ പാടൊന്നുമില്ല, നമുക്കറിയാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്ന പൈസയേ ഉള്ളൂ. പക്ഷെ ആ പണം കൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് നല്ലൊരു ഡിന്നറിന് പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഗിഫ്റ്റ് ചെയ്താൽ, അതുമല്ലെങ്കിൽ ആ 3650 രൂപയോ, ഞാൻ ഏറ്റവും ബേസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ, 10 രൂപ വെച്ചിട്ടുള്ളത്. 20 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് കണക്കിൽ ഞാൻ മോശമാണ്, എങ്കിലും 7000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകും. 30 രൂപയാണെങ്കിൽ 10000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകും. അപ്പൊ ഈ പണത്തിനെ എനിക്ക് ഓരോ ദിവസം 30 രൂപ ചെലവാക്കിയാൽ, 10 രൂപ ചെലവാക്കിയാൽ അതിന് വിലയില്ല എങ്കിൽ, അതിനെ ഇത്തരത്തിലേക്ക് ഞാൻ മാറ്റി വെച്ച് കഴിയുമ്പോൾ അതെനിക്ക് വലിയ വലിയ റിസൾട്ടാണ് വരുന്നത്. വലിയ റിസൾട്ട്. സോ ഈ സൈക്കോളജിക്കൽ ഇൻസൈറ്റിലേക്ക് ഞാൻ വീണ്ടും കിടക്കുകയാണ്. ആ ബ്രെയിൻ ഫിയേഴ്സ് ബിഗ് ചേഞ്ചസ്. വലിയ എമൗണ്ട്, വലിയ മാറ്റം, വലിയ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഈ ബിഗ് ചേഞ്ചസിനോട് ഒരു പേടിയുണ്ട്. പല ആളുകൾക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭൂരിപക്ഷം ആളുകൾക്കും വലിയ മാറ്റങ്ങളോട്, വലിയ ടാസ്കുകളോട്, വലിയ ടാർഗറ്റുകളോട് ഒരു പേടി തോന്നുന്ന മെന്റാലിറ്റി ഉണ്ട്. പക്ഷേ സ്മോൾ സ്റ്റെപ്സ് റെഡ്യൂസസ് ഫിയർ. ചെറിയ സ്റ്റെപ്പുകൾ പേടി മാറ്റും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 30,000 രൂപ ടൂറിന് എടുക്കണം എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുമെങ്കിൽ, ഡെയിലി ഈ ടൂറിന്റെ സ്കീം ഓണായി ഓട്ടോമാറ്റിക്കലി 100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കട്ടാകും എന്നൊരു സ്കീം വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഇറ്റ്സ് ഈസി ഫോർ us. ചെറിയ സ്റ്റെപ്പുകൾ നമ്മുടെ പേടിയെ മാറ്റുകയും ചെയ്യും. ഇതൊരു വലിയ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളെ വളരെ വളരെ ചെറിയ ചെറിയ പീസുകളാക്കി ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കൂടിയുണ്ട്. നമ്മളിത് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ, ഓക്കെ, ചെറിയ സ്റ്റെപ്പുകൾ ചെയ്തു തുടങ്ങി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ 10 രൂപ വെച്ച് സേവ് ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നിയത്. ഓ, ഇത്രയും പൈസയൊക്കെ ആയോ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായത്. ഇതേ കാര്യം ഈ വർഷം ആദ്യം ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. ഒരു കുടുക്ക, എൻ്റെ ഓർമ്മയിൽ കുട്ടിക്കാലത്ത് എങ്ങുമാണ് കുടുക്ക പരിപാടി ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ എന്താണ്, പൈസ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പാത്രത്തിൽ പൈസ ഇട്ട് വെക്കുന്ന പരിപാടി എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കൊല്ലം ഒരു കുടുക്കയും എടുത്തു വെച്ചു. നമ്മുടെ ഈ വാട്ടർ ടാങ്കിന്റെ ഒക്കെ ഷേപ്പുള്ള പ്ലാസ്റ്റിക് കുടുക്കയുണ്ടല്ലോ, ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത കാര്യം, എല്ലാ ദിവസവും എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു എമൗണ്ട് അതിലേക്ക് ഇടും. ചില ദിവസം 100 ആയിരിക്കും, ചില ദിവസം 200 ആയിരിക്കും, ചില ദിവസം നമ്മളിപ്പോൾ ഈ ഗൂഗിൾ പേ കാലമായതുകൊണ്ട് പേഴ്സ് എപ്പോഴും ഫില്ലായിട്ടിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഉള്ള എമൗണ്ട് ഇടും. ചില ദിവസം ഒരു 500ൻ്റെ അടുത്തിടും. ഇന്ന് ഞാൻ ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഓക്കെ, ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു, 500. ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചു, ഓക്കെ, 100. ഇങ്ങനെ ഞാൻ ഈ സങ്കല്പത്തിലാണ് ഞാൻ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനിങ്ങനെ നോട്ട് ഇടാൻ നേരത്തെ ഇതിങ്ങനെ ഇറങ്ങുന്നില്ല ഈ കുടുക്കയിലേക്ക്. ഇതെന്താ സംഭവം എന്ന് ഓർത്തിട്ട് ഞാൻ ഈ കുടുക്ക ക്യൂരിയോസിറ്റി കൊണ്ട്, പ്ലാസ്റ്റിക് ആണല്ലോ, ഒരു കത്തി വെച്ചിട്ട് ഞാനിങ്ങനെ സൈഡ് മുറിച്ചിട്ട്, ഫുൾ മുറിച്ചില്ല, സൈഡ് മുറിച്ച് നോക്കുമ്പോൾ നിറയെ നോട്ടുകളാണ്. ഏകദേശം 5000-ലധികം രൂപയാണ് ആ കുടുക്കയിലുള്ളത്. ഈ വർഷം തീർന്നിട്ടില്ല കേട്ടോ. എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നി, ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. എനിക്കത് ഭയങ്കര മോട്ടിവേഷനായി തോന്നി. ഞാൻ ഈ പൈസ എല്ലാം എടുത്തിട്ട് ചുരുട്ടി 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 വളരെ ചെറുതാക്കിയിട്ട് കുടുക്കയിലേക്ക് വീണ്ടും അടുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പകുതി സ്പേസ് കൂടി കിട്ടി. എന്നിട്ട് അതിനെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. ഇപ്പം എനിക്ക് ആവേശമാണ് വീണ്ടും ആ കുടുക്ക നിറയുന്നത് കാണാൻ വേണ്ടിയിട്ട്.
ഞാനിങ്ങനെ പണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ അറിയാതെ സേവിങ് ആകുന്ന പൈസയാണ്. മനഃപൂർവ്വം ചെയ്യുന്നതാണ്, പക്ഷെ ഒരു ദിവസം ചായ കുടിച്ചു എന്നോർത്ത് ഞാൻ മാറ്റി വയ്ക്കുന്ന, അറിയാതെ ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് കോടിക്കണക്കിന് രൂപയെ പറ്റിയോ ലക്ഷക്കണക്കിന് രൂപയെ പറ്റിയോ ഒന്നും അല്ല കേട്ടോ, വളരെ ചെറിയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അത് എനിക്ക് നൽകിയൊരു ആനന്ദമുണ്ട്, ഡോപ്പമൈൻ ഇമ്പാക്ട്. ഈ സ്മോൾ സ്റ്റെപ്സ് നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിഫിക് മാറ്റമാണ് ഡോപ്പമൈൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ തോന്നുന്ന ആ ഒരു ഹോർമോൺ റിലീസും കാര്യങ്ങളാണ് ഡോപ്പമൈൻ ഇമ്പാക്റ്റ്. ഈ ഡോപ്പമൈൻ ഇമ്പാക്റ്റ് നമ്മളെ പോസിറ്റീവായി ഹെൽപ്പ് ചെയ്യും. വീണ്ടും ഇതേ ഡോപ്പമൈൻ ഇമ്പാക്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കും. ഇങ്ങനെയാണ് ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. നല്ലതും ചീത്തയുമായ ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു പ്ലഷർ ഫീൽ ചെയ്യുമ്പോൾ, ഒരു ആനന്ദം തോന്നുമ്പോൾ നമ്മൾ അതേ കാര്യം വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. ഇൻസ്റ്റഗ്രാമിൽ റീല് കാണുമ്പോൾ എനിക്കൊരു ഡോപ്പമൈൻ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഞാനത് ആസ്വദിക്കുമ്പോൾ, എൻജോയ് ചെയ്യുമ്പോൾ, ആ ഡോപ്പമൈൻ ഇമ്പാക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ വിരൽ ഞാൻ അറിയാതെ എന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യിപ്പിക്കും, മുകളിലേക്ക് സ്ക്രോൾ ചെയ്യിപ്പിക്കും. ഇതേ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ 10 കിലോ കുറയ്ക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ ഞാനൊരു ബുക്ക് എടുത്തു വെച്ച്, ഒരു വെയിങ് മെഷീൻ എടുത്തു വെച്ച്, ഒരു ദിവസം 25 ഗ്രാം കുറഞ്ഞു എന്ന് കാണുമ്പോൾ എനിക്ക് യെസ് എന്ന് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ ഡോപ്പമൈൻ ഇമ്പാക്ട് ഇത് കിട്ടാൻ വേണ്ടി അടുത്ത ദിവസവും ഞാൻ ശ്രമിക്കും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ മറ്റൊരു PZP, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, മറ്റൊരു സോൺ പ്രസിഡന്റാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര കഴിഞ്ഞ മാസം നടത്തി. അപ്പോൾ അവിടെ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചേഴ്സിന് ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കോഫി ഓഫർ ചെയ്തു. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, സോറി എനിക്ക് വേണ്ട, കാര്യം ഞാൻ ഷുഗർ കട്ടിലാണ്, എനിക്ക് മധുരം വേണ്ട. എന്നേക്കാൾ നല്ല രീതിയിൽ ഫിറ്റ്നസ് നോക്കുന്ന ഇദ്ദേഹം പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എടാ നീ ഇങ്ങനെ പറയുമല്ലേ, എൻ്റെ പ്രശ്നം എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അവരുടെ അടുത്ത്, കാരണം എങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നോർക്കും. ഞാൻ പറയും, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിങ്ങനെ അത് വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരുന്ന ആ ഒരു മധുരം ഒഴിവാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു കിക്കുണ്ട്. ഓ, ഞാൻ ഇന്നും അതിനെ ഒഴിവാക്കി, അതാണ് എന്നെ അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം എന്നേക്കാൾ ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളാരാന്ന് പിടികിട്ടിയിട്ടുണ്ടാകും. അത് വേറെ കാര്യം. സോ അപ്പോൾ ആലോചിച്ച് നോക്കാം, ഈ ഡോപ്പമൈൻ ഇമ്പാക്റ്റ് നമ്മളെ വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ മടിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തുടങ്ങാം. നേടാൻ മടിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തുടങ്ങാം. എങ്ങനെയെന്ന് ഞാൻ പറയാം. ആൻഡ് പ്രോഗ്രസ് ഈസ് മോർ മോട്ടിവേറ്റിംഗ് ദാൻ പെർഫെക്ഷൻ. ഏറ്റവും ഭംഗിയായി ചെയ്ത് ആ റിസൾട്ട് കാണുന്നതിനേക്കാൾ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓ, ഞാൻ ഇത്രയും ഡെവലപ്പായി, ഞാൻ ഇത്രയും മാറി എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകും. ഇനി അടുത്ത തോട്ടിലേക്ക് വളരെ വേഗത്തിൽ പോവുകയാണ്. കൈസൻ എന്താണ് ഈ കൈസൻ എന്ന് അറിയാവുന്നവർ ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയാമെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യാം. കൈസൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർ ചാറ്റ് ബോക്സിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യാം. ഇല്ലാത്ത ആളുകൾ എൻ എന്ന് ടൈപ്പ് ചെയ്യാം. നോ. ഓക്കെ, ഒരു എൻ വന്നു, കുറച്ച് എൻസ് വരുന്നുണ്ട്, വൈ വരുന്നുണ്ട്, മിക്സഡ് ആണ്. യെസ്, ഓക്കെ. അപ്പോൾ ഈ കൈസൻ എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒരു ചെറിയ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വിത്ത് ഓൾ യുവർ പെർമിഷൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 33 പേരാണ് ഇവിടെയുള്ളത്. നമ്മളൊരു ബ്രേക്ക് ഔട്ട് റൂം ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. സംഗതി സിമ്പിളാണ്. ഞാനിവിടെ ബ്രേക്ക് ഔട്ട് റൂം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ പല ഗ്രൂപ്പുകളായി മാറും. 1 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് തിരിക്കുന്നുള്ളൂ. സോ എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, ഞാനൊരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ആ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയ പോലെ നിങ്ങൾ ഈ ചെറിയ ചെറിയ സ്റ്റെപ്സിൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു, അപ്പം പല സ്റ്റെപ്സായി ചെയ്തപ്പോൾ എനിക്ക് പോയി മാറ്റം ഫീൽ ചെയ്തു,
എന്നുള്ള ഏതെങ്കിലും കാര്യം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഒറ്റ മിനിറ്റ് നേരത്തേക്കുള്ളൂ. ഈ ഗ്രൂപ്പായിട്ട് നിങ്ങൾ തിരിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പെർമിഷൻ ചോദിക്കും. അപ്പോൾ അതിന് ഓക്കെ കൊടുത്താൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഇന്നാകാം. ആ സമയത്ത് മിണ്ടാതിരിക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ആ ഗ്രൂപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ തയ്യാറാകണം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തയ്യാറാകണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. സോ ഞാൻ ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, വെൽക്കം ബാക്ക്. എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 റൂമിൽ കയറിയിരുന്നു, അവിടുത്തെ ചർച്ചകൾ ഇങ്ങനെ കേട്ടു. റൂം 1-ൽ അതിഭീകര ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആരും തിരിച്ചു വരാത്തതും. അഭിഷേക്, അഞ്ജലി, ധന്യ, ഷൈൻ, കബീർ, രൂപ, യെസ്, എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ചില റൂമുകളിൽ കയറിയിരുന്നു, അവിടുത്തെ ഡിസ്കഷനൊക്കെ കേട്ടിരുന്നു. അഭിഷേകിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടു. അങ്ങനെ ചിലരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നതായിട്ട് കേട്ടു. നിങ്ങൾ കേട്ട എക്സ്പീരിയൻസിൽ ആരുടെയെങ്കിലും ഒരാളുടെ എക്സ്പീരിയൻസ് മറ്റൊരാൾക്ക് പറയാം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? എന്റെ പേര് കബീർ ദാസ് എന്നാണ്. ഞാൻ ആറ്റിങ്ങൽ. Yes, sir. നമ്മുടെ ഗ്രൂപ്പില് രൂപ, ഐ തിങ്ക് രൂപ എന്നാണ് പേര് പറഞ്ഞതാണ് എന്റെ വിശ്വാസം. Yes, ഒരു രൂപ സന്ദീപ്. ഒരു വേർഡ്, ഇംഗ്ലീഷ് വേർഡ് പഠിക്കണം എന്ന ഒരു സ്ട്രാറ്റജി അപ്ലോഡ് സ്വീകരിച്ചിരുന്നു. അതിന് Okay. മാനുഷികമായ ഒരു പരിമിതി, അതായത് 4 ദിവസം പോയി, കുറച്ചു കാലം പോയി, അത് പിന്നെ അങ്ങ് ഡിസ്കണ്ടിന്യൂ ആയി എന്ന് അയാൾ പറഞ്ഞു. അത് നല്ല കാര്യമാണ്, ആർക്കും അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ്. ഞാനും പറഞ്ഞത് അതാണ്. എന്ത് കാര്യവും നമുക്ക് ഈ പ്ലാനിങ് ഉണ്ടാവും. ഇന്ന് സാറിന്റെ സ്പീച്ച് കേട്ടപ്പോ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം, 1% അല്ലേ നമ്മൾ ട്രൈ ചെയ്താൽ നടക്കുമെന്നുള്ളതാണ്. ബട്ട് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് പോകത്തില്ല. കൂടിപ്പോയൊരു 4 Yes. ദിവസം പോവും. എത്ര നല്ല വിൽ പവർ ഉള്ള ആർക്കും കൂടിപ്പോയി ഒരു 10 days വരെയൊക്കെ പോകും. അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അസൗകര്യം കൊണ്ട് ഒരു ദിവസം മുടങ്ങും. അത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് കബീർ സാർ പറയുന്നത്. താങ്ക് യു സോ മച്ച് കബീർ സാർ ആൻഡ് രൂപ ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും ഈ ഇടയ്ക്ക് നിന്നു പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. മനുഷ്യരാണ്. അതിനുള്ള ഉത്തരം കൂടി നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യം കൈസൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. എന്താണ് കൈസൻ? ജപ്പാനിൽ ഉത്ഭവിച്ച ഒരു കോൺസെപ്റ്റ് ആണ് കൈസൻ എന്നുള്ളത്. അത് പല സ്ഥലങ്ങളിലും പല രീതിയിലുണ്ട്, പല പേരിലുണ്ട്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ജപ്പാനിലെ കമ്പനികൾ, ഫോർ എക്സാമ്പിൾ ടൊയോട്ട പോലുള്ള കമ്പനികൾ മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് കൈസൻ എന്ന് പറയുന്നത്. അവര് ആ കമ്പനിയിലെ അല്ലെങ്കിൽ ആ മനുഷ്യരുടെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി അതിന് ആ സൊല്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒറ്റയടിക്കല്ല, നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ സ്റ്റെപ്സിലൂടെ മുമ്പോട്ട് പോയി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തുന്ന പ്രോസസ്സിനാണ് കൈസൻ എന്ന് വിളിക്കുക. കൈസൻ പ്രിൻസിപ്പിൾ. ഈ കൈസൻ പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ ഈ സ്മോൾ സ്റ്റെപ്സ് വഴി മുമ്പോട്ട് പുരോഗതി ഉണ്ടാക്കും എന്ന് പറയുന്ന കാര്യത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കൈസൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം കൈസൻ പ്രിൻസിപ്പിൾ എന്താണ് എന്ന്. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്ന് തുടങ്ങുക. അത് ഈ പറഞ്ഞ പോലെ വളരെ മിനിമലായിരിക്കും. ചില ആളുകൾക്ക് തുടങ്ങാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് അറിയില്ലല്ലോ ഒന്നും. ഇതാണ്. ഇംഗ്ലീഷ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ എന്നതാണ് പലപ്പോഴും പല ആളുകൾക്കും തുടങ്ങാനുള്ള പ്രശ്നം. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് എന്തുണ്ടോ അതിൽ നിന്ന് ആരംഭിക്കുക എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ എനിക്ക് എന്ത് വരുമാനം ഉണ്ടോ അതിൽ നിന്ന് ഞാൻ തുടങ്ങുക. എൻ്റെ ഇൻവെസ്റ്റ്മെന്റും എൻ്റെ സേവിങ്സും എന്ത് വരുമാനമാണെങ്കിലും, അത് വളരെ കുറച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിലും, അത് നാളെ എനിക്ക് ഇത്രയും പണം കിട്ടിയതിന് ശേഷം സേവിങ്സ് തുടങ്ങാം എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്, അത് മണ്ടത്തരമാണെന്നാണ് പറയുന്നത്. നാളെ ഞാൻ കുറച്ചുകൂടി ഫ്രീ ടൈം എനിക്ക് കിട്ടും, എൻ്റെ റിട്ടയർമെന്റിന് ശേഷം എനിക്ക് ഫ്രീ ടൈം കിട്ടുമല്ലോ, അന്നേരം ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിച്ചു തുടങ്ങാം. തെറ്റാണത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. തെറ്റാണത്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്താൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഹെൽപ്ഫുള്ളാണ്. എൻ്റെ ഹെൽത്ത് ഞാൻ ഈ സമയത്ത് ഇമ്പ്രൂവ് ചെയ്താൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ്. എന്തുണ്ടോ അതിൽ നിന്ന് തുടങ്ങുക. ഇപ്പോൾ സേവിങ്സിന് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. 10,000 രൂപ മാസം ഇൻകം ഉള്ള ആൾക്കും സേവ് ചെയ്യാൻ പറ്റും. 10,000 രൂപ മാസം ഇൻകം ഉള്ള ആൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും.
മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ തുക 100 രൂപയാണ്. 100 രൂപയുണ്ടെങ്കിൽ SIP ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആരംഭിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഷെയർ വാല്യൂ ഉണ്ടായിരുന്നത് 11 രൂപയ്ക്കാണ്. പവറിന്റെ ഷെയർ ഞാൻ മേടിക്കുമ്പോൾ 11 രൂപയാണ്. അപ്പോൾ എത്ര കുറഞ്ഞ വരുമാനമുള്ള ആൾക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തുണ്ടോ അവിടെ നിന്ന് തുടങ്ങുക. ഇംപ്രൂവ് കണ്ടിന്യൂസ്ലി. ഉറപ്പുവരുത്തുക ഞാൻ ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. മുൻപ് ഞാൻ എൻ്റെ വെയിറ്റ് നോട്ട് ചെയ്ത് വെച്ച് റിസൾട്ട് പറഞ്ഞ പോലെ ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തി മുമ്പോട്ട് പോവുക. ഇംപ്രൂവ് കണ്ടിന്യൂസ്ലി. അത് ഉറപ്പുവരുത്തുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക. സാധിക്കുമെങ്കിൽ അതിനെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻവോൾവ് എവരിവൺ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പലപ്പോഴും ഞാനൊരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിൽ 2 ചിന്തകളുണ്ട്. ഒന്ന്, എനിക്ക് മറ്റുള്ളവരോട് പറയാൻ മടിയായിരിക്കും. ഇവിടെ ഞാൻ ചെയ്തത് കഴിഞ്ഞ വർഷം 2024 സ്പീച്ച് ക്രാഫ്റ്റിന്റെ വേദിയിൽ വെച്ചിട്ട് വെന്യൂവിൽ വെച്ചിട്ട് ഞാൻ മറ്റൊരു കാര്യത്തോട് കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ വെയിറ്റിനെ പറ്റി ഞാൻ സംസാരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്യുകയാണ്, ഞാൻ സോൺ കോൺഫറൻസിന് ഞാൻ എത്തുമ്പോഴേക്കും എൻ്റെ വെയിറ്റ് കുറയ്ക്കും. അപ്പോൾ എനിക്ക് മുമ്പിൽ ഒരു ചലഞ്ചായി. ഞാൻ മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം അവർ പോലും അറിയാതെ അവരെ ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ഓരോ തവണ കാണുമ്പോഴും ഇവർ ചോദിക്കും, എന്തായി, വെയിറ്റ് കുറഞ്ഞോ, ഒരു മാറ്റം ഇല്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, എന്നെ ഇൻസ്പയർ ചെയ്യാൻ, എന്നെ ചോദ്യം ചെയ്യാനുള്ള മനുഷ്യരെ കൂടി ഞാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റുള്ളവരെ ഇങ്ങനെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. ഈ മീറ്റിങ്ങിൽ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി, മൗന അനുവാദത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ എക്സാമ്പിളാക്കി മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ പേര് സനു എന്നാണ്, സനു വിൻസെന്റ്. ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടതുകൊണ്ടാണ് കേട്ടോ അദ്ദേഹത്തിനെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇദ്ദേഹം പണ്ട് മൂവാറ്റുപുഴയിൽ, എൻ്റെ നാട്ടുകാരനാണ്, മൂവാറ്റുപുഴയിൽ അദ്ദേഹം ജവാൻ എന്നുള്ള പേരിൽ ഒരു കാർ സർവീസ് സെന്റർ നടത്തുകയാണ്, മാരുതി കാർ സർവീസ് സെന്റർ. അപ്പൊ ഇദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ പറയും, അദ്ദേഹത്തിന്റെ സ്വപ്നമായിട്ട് പറയും, എനിക്ക് 2-3 ടൗണുകളിൽ കൂടി എൻ്റെ കാർ സർവീസ് സെന്റർ ആരംഭിക്കണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തോട് ചോദിക്കും, എന്തായി സനു ചേട്ടാ, എന്തായി. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇത് ആരോടും പറയാതിരിക്കാമെന്ന്. പക്ഷെ ഇദ്ദേഹം പറയുകയും നമ്മൾ കാണുമ്പോൾ ചോദിക്കുകയും ചെയ്യും. ഇന്ന് അദ്ദേഹത്തിന് മൂവാറ്റുപുഴ, തൊടുപുഴ, കരിമണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ 3 പട്ടണങ്ങളിൽ ജവാൻ ഓൾ കാർ സർവീസ് സെന്റർ എന്നുള്ള പേരിൽ ഒരു ബ്രാൻഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി അവർ ഒരുമിച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ മറ്റൊരെണ്ണവും കോതമംഗലത്തും ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ, നമ്മൾ സ്ഥിരം നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുമായി, ഞാൻ പറയുന്നത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നൊന്നുമല്ല, എങ്കിലും സ്ഥിരമായി നമ്മൾ കാണുന്ന ആളുകളോട് ഷെയർ ചെയ്താൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ ചോദ്യങ്ങളെ എങ്ങനെ നമ്മൾ എടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. ഈ ചോദ്യങ്ങളെ മോട്ടിവേഷനാക്കി മാറ്റണം. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ടീനേജേഴ്സിനോടും യൂത്തിനോടും, ഈ നാട്ടുകാരിങ്ങനെ 10ാം ക്ലാസ്സിലൊക്കെ എത്തി നിൽക്കുമ്പോൾ നാട്ടുകാർ കുട്ടികളോട് ചോദിക്കും, ഫുൾ A+ മേടിക്കില്ലേ? അല്ലെങ്കിൽ +1 പഠിക്കുമ്പോൾ ചോദിക്കും, ഇനി എന്താ, സയൻസ് ആണോ കൊമേഴ്സ് ആണോ, ഇനി ഡിഗ്രിക്ക് ചേരുമ്പോൾ അതാണോ ചെയ്തത്, ഇതാണോ ചെയ്തത്, ജോലിയൊന്നും കിട്ടിയില്ലേ, കല്യാണം ആയില്ലേ, കുട്ടിയായില്ലേ? ഇത്തരം ചോദ്യങ്ങളെ എല്ലാത്തിനെയും ഞാൻ പറയുന്നത് മോട്ടിവേഷനാക്കി മാറ്റണം. നമ്മളെ ഇങ്ങനെ ചൊറിയുന്നതിനെ നമ്മൾ മോട്ടിവേഷനാക്കി മാറ്റണം. ഒരു ചെലവുമില്ലാതെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ചുറ്റും നാട്ടുകാർ നിൽക്കുകയാണ്. അതിനെ മോട്ടിവേഷനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെയും ഇൻവോൾവ് എവരിവൺ എന്ന് പറയുന്നതിൽ നമ്മളൊരു കമ്പനിയിൽ നമ്മുടെ സ്റ്റാഫിനെ ഉൾപ്പെടുത്തുക, ഈ മാറ്റങ്ങളിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തുക, ഈ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഭാഗമാക്കി മാറ്റുക, ഫാമിലിയെ ഇൻവോൾവ് ചെയ്യുക. ഫോക്കസ് ഓൺ പ്രോസസ്, നോട്ട് ജസ്റ്റ് റിസൾട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോസസ്സിലാണ്, റിസൾട്ടിലല്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യ ദിവസങ്ങളിൽ എൻ്റെ ശ്രമം തുടങ്ങി, വെയിറ്റ് ഒന്നും കുറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. എനിക്ക് വേണമെങ്കിൽ റിസൾട്ട് ഉണ്ടാകുന്നില്ല. ഒരു ദിവസം ചെയ്തു, റിസൾട്ട് ഇല്ല. 2 ദിവസം ചെയ്തു, റിസൾട്ട് ഇല്ല. ഞാൻ മുൻപ് നിങ്ങളെ കാണിച്ച എക്സൽ ഷീറ്റ് നോക്കിയാൽ നമുക്കറിയാം,
ആ എക്സൽ ഷീറ്റിൽ കാണുന്നുണ്ട് ഏകദേശം 50 ദിവസമൊക്കെ എത്തിക്കഴിയുമ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. 1 രൂപയിൽ നമ്മൾ തുടങ്ങിയ പരിപാടി 50ാമത്തെ ദിവസം എത്തുമ്പോൾ എത്രയാണ്? ഐ വിൽ ടെൽ യു. 50ാമത്തെ ദിവസം എത്തുമ്പോൾ നിൽക്കുന്നത് 1.64ലാണ്. 1.64. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഓ മാറ്റമില്ലല്ലോ, ഇത് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിർത്താവുന്നതാണ്. പക്ഷേ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസസ്സിൽ വിശ്വസിക്കുക. പ്രോസസ്സിൽ വിശ്വസിക്കുക, അത് മാറ്റം കൊണ്ടുവരും. ഞാൻ ഈ കുടുക്കയിലേക്ക് ഇടുന്ന പ്രോസസ്സിൽ വിശ്വസിക്കുക. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ വിശ്വസിക്കുക. റിസൾട്ട് വൈകും, റിസൾട്ട് വൈകിക്കോട്ടെ, റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റുമെന്നില്ല, പക്ഷേ പ്രോസസ്സിൽ വിശ്വസിക്കുക. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെയാണ് ഇതിനെല്ലാം കൂടുതലായി എക്സാമ്പിളായി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ട്രെയിനേഴ്സിന് വളരെ കോമ്പറ്റീഷനുള്ള കാലഘട്ടമാണ്. എൻ്റെ പ്രൊഫൈൽ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 10 വർഷമായി എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടും എൻ്റെ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടും വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടും ഞാൻ അവലംബിച്ചിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. അത് കോർപ്പറേറ്റ് ട്രെയിനിങ് ആണ് എൻ്റെ ഫോക്കസ് ഏരിയ. മറ്റു ട്രെയിനിങ്ങുകളും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വിസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ ഈ കൈസൻ പ്രിൻസിപ്പലിലെ ആദ്യത്തെ തോട്ടാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തത്. ഞാൻ ചിന്തിച്ചിരുന്നത് ഇതിന് നല്ല ക്യാമറ വേണം, നല്ല മൈക്ക് വേണം, നല്ല എഡിറ്റേഴ്സ് വേണം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് ചെയ്യണം. കൈസൻ പ്രിൻസിപ്പലിലെ 1ാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? നമ്മൾ പറഞ്ഞ 1ാമത്തെ പ്രിൻസിപ്പിൾ. Start from what you have. യെസ്, എക്സലന്റ്. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. ഉള്ളത് വെച്ച് തുടങ്ങുക. ഞാൻ ചെയ്ത കാര്യം അതാണ്, ഉള്ളത് വെച്ചിട്ട് തുടങ്ങി. 2ാമത്തെ കാര്യം, ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇംപ്രൂവ്മെന്റ് നടക്കുന്നില്ല. ഞാൻ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുകയാണ്. എന്നിട്ട് ഉള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിഭീകരമായ റിസൾട്ടുകളോ അല്ലെങ്കിൽ വൈറൽ ആകുന്നില്ല. നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് വൈറലാകണം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ പക്ഷേ റെഗുലറായി ഒരു 2 ദിവസം കൂടുമ്പോൾ കണ്ടന്റ് ഇടാവുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. നിർമ്മല ടീച്ചർ ഇപ്പം എൻ്റെ ചെവിക്ക് പിടിക്കും കണ്ടന്റ് എന്ന് പറഞ്ഞതിന്. ഇറ്റ്സ് കോണ്ടന്റ്, ഐ നോ. പക്ഷെ നാട്ടുകാരെല്ലാം പറയുന്നതുകൊണ്ട് ആ കൂടെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ 2 ദിവസം കൂടുമ്പോൾ കോണ്ടന്റ് ഇടുക എന്നത് ഞാൻ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ്ലി ഒരു വലിയ റിസൾട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും നാട്ടുകാരിപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ നെറ്റ്വർക്കിലും എൻ്റെ സർക്കിളുകളിലും ഇതൊരു സംസാര വിഷയമാകാൻ തുടങ്ങി. വീഡിയോ കാണാറുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഇത് പലരെയും ഓർമ്മപ്പെടുത്താൻ തുടങ്ങി. ഓക്കെ, ഇദ്ദേഹം ഒരു ട്രെയിനറാണ്, എൻ്റെ നെറ്റ്വർക്കിലുള്ള ഇങ്ങനെ ഒരാളുണ്ടല്ലോ, ഇയാളെ വിളിക്കാമല്ലോ എന്ന് മറന്നിരുന്നവർ ഓർക്കാൻ തുടങ്ങി. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കുറ്റം പറയാൻ തുടങ്ങി ചിലർ. നീ ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന സൗണ്ടിന് ക്ലാരിറ്റി കുറവുണ്ട്, കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഡിവൈസ് ഉപയോഗിക്കണം. എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി മറ്റുള്ളവരുമായി. ഇന്ന് ഫീൽഡിലെ ഏറ്റവും ഫേമസ് ആളുകളുമായി എന്നെ കമ്പയർ ചെയ്തിട്ട് പറയും, കണ്ടോ അവരുടെ കണ്ടില്ലേ, അതുപോലെ ചെയ്യണം. ഇതൊന്നും ഞാൻ ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ സംസാര വിഷയമാകില്ല, ഞാൻ ഇവരുടെ ശ്രദ്ധയിൽപ്പെടില്ല, എന്നെ ആളുകൾ ഓർക്കില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ചിന്തയായി ഞാൻ പറയുകയാണ്, ഫോക്കസ് ഓൺ പ്രോസസ്, നോട്ട് ജസ്റ്റ് റിസൾട്ട്. ഒരുപക്ഷെ ഒരു വൈറൽ കണ്ടന്റ് നാളെ വന്നേക്കാം. സോഷ്യൽ മീഡിയയുടെ കാര്യം അങ്ങനെയാണ്, ഒറ്റ വീഡിയോ മതി അല്ലെങ്കിൽ ഒറ്റ കാര്യം മതി കാര്യങ്ങൾ കീഴ്മേൽ മറയാനായിട്ട്. എന്ത് ചെയ്യുന്നു അതിൽ വിശ്വസിക്കുക, അതിനെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, ആ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. റിസൾട്ട് വരിക തന്നെ ചെയ്യും. നമ്മൾ ആദ്യത്തെ എക്സൽ ഷീറ്റിൽ കണ്ട അതേ കാര്യമാണ്. ഇനി കബീർ സാർ പറഞ്ഞൊരു ചിന്തയുണ്ട്, നമ്മൾ നിന്നു പോകും. മനുഷ്യരല്ലേ, മനുഷ്യരാണ്, നമ്മൾ നിന്നു പോകും. ചെയ്യുന്ന പല കാര്യങ്ങളും നിന്നു പോകാനുള്ള സാധ്യത 99% സാധ്യതയുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിന്നു പോകാൻ. നിന്നാൽ വീണ്ടും തുടങ്ങാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. അതൊരു പെർമനന്റ് എൻഡ് അല്ലല്ലോ, അതൊരു സ്ഥിരമായ അവസാനമല്ലല്ലോ. വീണ്ടും തുടങ്ങാം. ഞാൻ ഷുഗർ കട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി എടുത്തു. മധുരമെല്ലാം ഉപേക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും തുടങ്ങിയിട്ട് 3 മാസമായി. മൈദയും ഞാൻ കട്ട് ചെയ്തു ആ കൂടെ.
പഞ്ചസാര, മൈദ എന്നീ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എൻ്റെ സമയം വലിയ പ്രശ്നമാണ്. എന്നും യാത്രകളായതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോക്ക് റെഗുലർ ആകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണ്. അപ്പം മൈദയും പഞ്ചസാരയും കട്ട് ചെയ്തു, അങ്ങനെ പോവുകയാണ്. 3 മാസം പിന്നിട്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ല പനിയായിരുന്നു. ഞാൻ കിടപ്പായിപ്പോയി. ഈ പനി വരുമ്പോൾ നമുക്കറിയാം വായ കയ്ക്കും, ഒരു ഭക്ഷണവും കഴിക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് എൻ്റെ ആശ്രയം കട്ടൻ ചായയിൽ മധുരമിട്ട് കട്ടൻ ചായ കുടിക്കുകയായിരുന്നു, ബ്ലാക്ക് ടീ കഴിക്കുകയായിരുന്നു. എൻ്റെ ഷുഗർ കട്ട് അവിടെ കട്ടായി. പക്ഷെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഞാൻ മധുരം കഴിച്ചു. അപ്പോൾ ഞാൻ മധുരം കഴിച്ചപ്പോൾ ആ കൂടെ മൈദയും കഴിച്ചു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഷുഗർ കട്ട്. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ വീണ്ടും മധുരം ഉപേക്ഷിച്ചു. ഇന്നലെ അവസാനത്തെ മൈദയും ആ ഒരു 2 ആഴ്ചയിലെ അവസാനത്തെ മൈദയുടെ പലഹാരവും കഴിച്ച് ഞാൻ അവസാനിപ്പിച്ചു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിന്നു പോവുക, തെറ്റിപ്പോവുക, അവസാനിക്കുക, അതിനെ ഒരു ഫുൾ സ്റ്റോപ്പ് ആക്കി മാറ്റാതെ അതിനൊരു കോമയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ടേക്ക് ബ്രേക്ക്, നോ പ്രോബ്ലം. ബട്ട് വീണ്ടും തുടങ്ങുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. രൂപ ഇംഗ്ലീഷ് വേർഡ്സ് പഠിച്ചുകൊണ്ടിരുന്നത് രൂപ ഇനി നമ്മൾ കാണുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഒരു ദിവസം ഒരു വേർഡ് പഠിച്ചാൽ 365 വേർഡായി. ഒരു ദിവസം 5 ഇംഗ്ലീഷ് വേർഡ് പഠിച്ചാൽ ഏകദേശം 1800 വേർഡായി. ഒരു വർഷത്തിൽ 1800ഓളം വേർഡ്സായി. ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ വലിയ റിസൾട്ടാണ്. സോ വീണ്ടും ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ആ കൈസൺ പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അത്. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്, ഇംപ്രൂവ് കണ്ടിന്യൂസ്ലി, ഇൻവോൾവ് എവരി വൺ. അത് ഫാമിലി അടക്കം ഞാൻ ഈ പറയുന്ന നമ്മുടെ ഏരിയകളിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ ഉൾപ്പെടുത്താം എന്നതാണ് ആ ഒരു പോയിന്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെ ഫാമിലി ഉൾപ്പെടുത്തണം. അവരെ ഞാനത് ബോധവൽക്കരിക്കണം, അവരോട് ഞാനത് പറയണം. എൻ്റെ തമാശ ഇതാണ്, പനിയായിരുന്നപ്പോൾ ഞാൻ മധുരം ഉപയോഗിച്ചു. അതിനുശേഷം കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ എൻ്റെ മമ്മി എനിക്ക് എന്നും രാവിലെ ഇപ്പം മധുരം ഇടാത്ത ചായ എടുത്ത് ഇല്ല, ഞാൻ ആ ഒരാഴ്ചയായിട്ട് നിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഫാമിലിയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടുള്ള ഗുണമാണത്. ആൻഡ് ഫോക്കസ് ഓൺ പ്രോസസ്, നോട്ട് ജസ്റ്റ് റിസൾട്ട്. ആൻഡ് അവസാനം, ലുക്ക് ഫോർ സ്മോൾ ചേഞ്ചസ്, നോട്ട് ബിഗ് ലീപ്സ്. ആ ചെറിയ ചേഞ്ചുകളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക. ചെറിയ ചേഞ്ചുകളെ സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന വേർഡ് ഇതാണ്, സെലിബ്രേറ്റ് ചെയ്യുക. നമുക്കുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ ഈ 1 കിലോയൊക്കെ കുറയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്നിട്ട് മുമ്പിൽ നിന്ന് മസിലൊക്കെ പിടിച്ചു, ഞാൻ 1 കിലോ കുറച്ചു. അപ്പോൾ അവൾ പറയും, അയ്യേ അതിനാണോ? ഞാൻ പറയും, എന്തായ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. സോ സെലിബ്രേറ്റ് ദ സ്മോൾ ചേഞ്ചസ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഈ സ്മോൾ സ്റ്റെപ്സിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എനിക്ക് 1-2 സജഷൻസ് കൂടി ഞാൻ തരാം. ഫിനാൻഷ്യൽ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ കുടുക്ക, മ്യൂച്വൽ ഫണ്ട്, SIP, അതുപോലെ തന്നെ മറ്റേ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അടുത്തൊരു കാര്യം ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലാണ്. വായന തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ബുക്കുകൾ കുറേ മേടിച്ചു കൂട്ടിയവരുണ്ട്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. ഞാനും ഈ സോഷ്യൽ മീഡിയ ടെക്നോളജി വളർന്ന കാലഘട്ടത്തിൽ ഞാനും അനുഭവിച്ചിരുന്ന പ്രശ്നമാണ്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഒരു ടാർഗറ്റ് വയ്ക്കുക, ഒരു ദിവസം 1 പേജ് ഞാൻ വായിക്കും. ഇന്ന് ഞാൻ 1 പേജ് വായിക്കും. 1% എന്നുള്ള ആ ഒരു കണക്ക്, പേജിൽ കണക്ക് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നാളെ 1 പേജും കൂടെ വായിക്കും. അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഞാൻ 1 പേജ് വായിക്കും. 2ാമത്തെ ആഴ്ച മുതൽ 2 പേജ് വെച്ച് വായിക്കും. 3ാമത്തെ ആഴ്ച മുതൽ 3 പേജ് വെച്ച് വായിക്കും. എൻ്റെ ഷുഗർ കട്ടിൽ ഞാൻ ചെയ്ത പരിപാടി ഇതാണ്. ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ മധുരം കുറച്ചു, ഇടുന്ന പഞ്ചസാരയുടെ അളവ് പകുതിയാക്കി ചായയിൽ. അടുത്ത ആഴ്ചയിൽ ഞാൻ പുറത്തുനിന്നുള്ള മധുരപലഹാരങ്ങൾ ഒഴിവാക്കി. പിന്നത്തെ ആഴ്ചയിൽ വന്നപ്പോൾ ഞാൻ ചായ വിത്തൗട്ട് ആക്കി. അങ്ങനെ 3-4 ആഴ്ച കൊണ്ടാണ് ഏറ്റവും ആദ്യം ഷുഗർ കട്ട് ചെയ്തപ്പോൾ ഈ പ്രോസസ്സിലേക്ക് ഞാൻ എൻട്രി നടത്തിയത്. അപ്പോൾ ഹാബിറ്റുകൾ ഇങ്ങനെ ചെയ്യാം, വളരെ ചെറിയ രീതിയിൽ തുടങ്ങാം. അതുപോലെ തന്നെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായും തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. ടെക്നിക്കൽ സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്യും. ഫോർ എക്സാമ്പിൾ AI പഠിച്ചെടുക്കണം. ഒരു ദിവസം എല്ലാ ദിവസവും ഞാനൊരു 5 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കും. എല്ലാ ദിവസവും 5 മിനിറ്റ് ഞാൻ മാറ്റിവെക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പ് വരുത്തും എന്ന രീതിയിൽ ചെറിയ ചെറിയ സമയങ്ങൾ ഈ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. സോ
നമ്മൾ കുറേയധികം ചിന്തകൾ പങ്കിട്ടിങ്ങനെ അവസാനം എത്തി നിൽക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്ത ഇതാണ്. JCI കഴിഞ്ഞ 100 വർഷങ്ങളോളമായി നിലകൊള്ളുമ്പോൾ ഈ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന JCI പല പതിറ്റാണ്ടുകളായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ബി ബെറ്റർ, ബി ബെറ്റർ. JCIയുടെ കോർപ്പറേറ്റ് സ്ലോഗനാണ് ബി ബെറ്റർ എന്നുള്ളത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി JCI നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ബി ബെറ്റർ. നിങ്ങൾ ഇന്നൊരു നല്ല ബിസിനസ്സുകാരനാണോ? JCI പറയും ബി ബെറ്റർ, ഇനിയും നന്നാകാം. നിങ്ങൾ നല്ലൊരു ട്രെയിനറാണോ? JCI പറയും ബി ബെറ്റർ, നിനക്ക് ഇനിയും നന്നാകാൻ പറ്റും. നല്ല അച്ഛനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ബി ബെറ്റർ. നല്ല അമ്മയാണോ? ബി ബെറ്റർ. നല്ല സഹോദരനാണോ? നല്ല സഹോദരിയാണോ? നല്ല ഹസ്ബൻഡാണോ? ബി ബെറ്റർ, ഇനിയും നന്നാകാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നല്ല സ്കിൽഡ് ആണോ? ടെക്നിക്കലി സ്കിൽഡ് ആണോ? ബി ബെറ്റർ. നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും JCI പറയുകയാണ് ബി ബെറ്റർ, ഇനിയും നന്നാകൂ, ഇനിയും നന്നാകാൻ സാധിക്കും. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്കറിയാം ഇന്ന് ഈ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുന്ന 30-ലധികം ആളുകളിൽ പലരും ട്രെയിനേഴ്സ് ഉണ്ട്. പല ആളുകളും ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയ ആൾക്കാരുണ്ട്. പല മേഖലകളിൽ മികവ് തെളിയിച്ചവരുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ബെറ്റർമെന്റിന് കിട്ടും എന്നൊരു തോട്ട് എവിടെയോ മനസ്സിൽ എവിടെയോ ഉള്ളത് കൊണ്ടാണ്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് ബി ബെറ്റർ. കൂടുതൽ കൂടുതൽ നന്നാകാനുള്ള സാധ്യതകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന സ്മോൾ സ്റ്റെപ്സിനെ യാതൊരു മടിയും കൂടാതെ എംബ്രേസ് ദ സ്മോൾ സ്റ്റെപ്സ്. ഞാൻ പറയുകയാണ്, എംബ്രേസ് ദ സ്മോൾ സ്റ്റെപ്സ്. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മടി വിചാരിക്കാതെ, ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാണം വിചാരിക്കാതെ, ഈ ചെറിയ കാര്യങ്ങളെ പുൽകാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെറിയ കാര്യങ്ങളുടെ ഉടയതമ്പുരാനായി മാറാൻ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നതാണ് എൻ്റെ ആശംസ. ഈ പ്രത്യേകമായിട്ട് ഓരോ ഈ 50 ആഴ്ചകളിൽ സ്കിൽ സ്പ്രിന്റ് നടത്തണമെന്ന് പറയുമ്പോൾ ഓരോ ആഴ്ചയും കഴിയുമ്പോൾ, ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കറിയാം കൃഷ്ണയ്ക്കും സിതേഷിനും ഉണ്ടാകുന്ന ഒരു ആനന്ദം എനിക്കറിയാം. യെസ്, ആ 50-ൽ നിന്ന് 1 കുറഞ്ഞു, 2 കുറഞ്ഞു, 3 കുറഞ്ഞു. ഇത് എത്രാമത്തെയാണ് കൃഷ്ണ? 27th. 27th. പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളും നമ്മളിങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ കാര്യങ്ങളെ നമുക്ക് വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ ചെറിയ കാര്യങ്ങളെ നമുക്ക് ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇത്രയും സമയം എനിക്കൊപ്പം ആയിരുന്നതിന്, ചെലവിട്ടതിന്, ബ്രേക്ക് ഔട്ട് റൂം ഡിസ്കഷനുകളിൽ പങ്കെടുത്തതിന്, ചാറ്റ് ബോക്സിൽ ഉത്തരം നൽകിയതിന്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചതിന് എല്ലാം പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാനത് തുടങ്ങിയപ്പോൾ പറഞ്ഞു, വലിയ കാര്യമൊന്നും അല്ല എന്ന് സംസാരിക്കുന്നത്, ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന്. സോ വൺസ് അഗെയിൻ നമുക്ക് ഒരുമിച്ച് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാം എന്ന് മാത്രം പറഞ്ഞ് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. Thank you, sir. ആർക്കെങ്കിലും സെഷന് റിഗാർഡിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. താങ്ക് യു സർ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ചെറിയ കാര്യങ്ങളാണ് തന്നെ, മിക്കവർക്കും അറിയണ കാര്യങ്ങളുമാണ്. പക്ഷെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞപ്പോൾ പ്രിന്റിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയി. ഓക്കെ, അപ്പോൾ ഷുഗർ കട്ടിന്റെ കാര്യം പറഞ്ഞത്, യെസ്, നമുക്ക് എന്തെങ്കിലും കുറയ്ക്കണമെങ്കിലും തന്നെ 1% പതുക്കനെ കുറയ്ക്കുക. ചിലവരുണ്ട് പെട്ടെന്ന് ഡയറ്റ് ചെയ്യും, പെട്ടെന്ന്, ദാറ്റ് ഈസ് ബാഡ്. ചെറിയ തോതിൽ കുറച്ചാൽ എപ്പോഴും നല്ലതാണ്. നല്ലതിനും അതെ, മറ്റേതിനും അതെ. റിവേഴ്സിബിൾ ആൻഡ് അഡ്വാൻസിങ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സോ മച്ച്. സാറേ നമസ്കാരം. വൺസ് അഗൈൻ കബീർ ദാസ് ആണ്. യെസ്, താങ്ക് യു സർ. വളരെ ഗംഭീരമായിരുന്നു. ഞാനും സാധാരണ പറയാറുണ്ട്, വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചത് ഒരടിക്കെടുത്ത് മാറിച്ചൊന്നുമല്ല, ചെറിയ ചെറിയ ചേഞ്ചുകളിലൂടെയാണ് നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറയുന്ന പോലെ സാർ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥമുണ്ട്. ആ അർത്ഥവത്തായിട്ട് നമ്മൾ ചിന്തിച്ചാൽ കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ നമുക്ക് വലിയ ചേഞ്ചുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സാറിന്റെ ട്രെയിനിങ് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. വളരെ സാറിന്റെ അവതരണവും സാറിന്റെ സ്പീച്ചും അതുപോലെ തന്നെ വളരെ ഒരു സോൺ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ്, താങ്കളുടെ അടുത്ത് പറയേണ്ടതില്ല. പക്ഷെ ഒരു ട്രെയിനർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അങ്ങിൽ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചില ട്രെയിനർമാര് ഫാസ്റ്റ് ആയിരിക്കും വളരെ.
അത് ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. സംസാരിക്കുന്ന ഭാഷ, അതായത് ആ വാചകങ്ങൾ എല്ലാം, അതെല്ലാം വളരെ നിർത്തി വളരെ സ്ഫുടമായി വളരെ ഗംഭീരമായി അത് അവതരിപ്പിച്ചു. വളരെ നന്നായിരുന്നു സർ, വളരെ വെരി ഗുഡ്. എനിക്ക് വളരെ അപ്രിസിയേറ്റ് ചെയ്യുന്നു. വളരെ നന്നായിരുന്നു. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു കപിൽ സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ, മനോജാണ്. മനോജ് ചേട്ടാ നമസ്കാരം. സെഷൻ അടിപൊളിയായിരുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ അത് ജീവിതത്തിൽ നമുക്ക് നല്ല നേട്ടങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് പഠിപ്പിച്ചു തന്നു. പിന്നെ ഞാനും ഇന്ന് മുതലൊരു കാര്യം ഈ ഒരു സെഷനോട് കൂടെ തീരുമാനിച്ചു. വായനയൊക്കെ കുറെ വർഷങ്ങളായി നിർത്തിയതാ, ഒരു ഫുൾ ബുക്കൊന്നും വായിക്കാറില്ല. പക്ഷെ ഇന്ന് സാറിന്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് തുടങ്ങണം. അപ്പൊ ഇന്നൊരു 2 പേജിൽ തുടങ്ങാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അത് 3 പേജും 4 പേജൊക്കെ ആക്കി മാറ്റും. അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. ഇതൊരു ഐ ഓപ്പണിംഗ് സെഷൻ തന്നെയാണ്. പിന്നെ ട്രെയിനിങ്ങിന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത്തിരി ലേറ്റ് ആയി. നമുക്ക് ഈ ഓരോ ജില്ല വിട്ടാൽ ഈ പാരഗണിലെ ഫുഡും പ്രിയദർശന്റെ സിനിമയും അരുൺ സാറിന്റെ ട്രെയിനിങ്ങും നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്കറിയാം. എനിവേ താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. പാരഗണിലെ ഫുഡിനോട് ഭൂമിച്ചതിനാണ് എനിക്ക് ഏറ്റവും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹലോ, നമസ്കാരം. അപ്പൊ നമസ്കാരം. എന്നത്തെയും പോലെ അഞ്ജലി. അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു ഹലോ. അഞ്ജലി. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിമ്പിൾ എക്സാമ്പിൾസ്, സ്വന്തം ലൈഫിൽ നിന്ന് ചീന്തിയെടുത്ത എക്സാമ്പിൾസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ച് തന്നെ മുന്നോട്ട് പോവാ, അല്ലെങ്കിൽ ബാക്കി ലൈഫ് സെറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാന്നൊക്കെ വെച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ ആ പോയിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, സ്മോൾ ചേഞ്ചസ് കൗണ്ട്സ്. അപ്പം ഇനി ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ ആ റീൽസ് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ആ കുട്ടികൾക്ക് സാറിനോടുള്ള സ്നേഹം, അത് ഭയങ്കര പ്രൈസ്ലെസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. അപ്പൊ ഇതുപോലെ തന്നെ കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഹലോ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ സോൺ പ്രസിഡന്റ്ഷിപ്പിൽ സോൺ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ തന്നെ എനിക്ക് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പഷ്ടമായിട്ടായിരിക്കും അദ്ദേഹം പല ട്രെയിനിങ്ങുകളും എടുക്കുന്നത്. ഇനി അദ്ദേഹം നല്ലൊരു ഗ്രേറ്റ് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു മൈ ഡിയർ. താങ്ക് യു എവരിവൺ. ഞാൻ ഫീഡ്ബാക്ക് ഫ്രം 2 പേരുടെയും സ്കിൽസ് സ്പ്രിന്റ് ഞങ്ങളുടെയും അരുൺ സാറിന്റെയും ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് റെലവെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ സ്കിൽസ് സ്പ്രിന്റ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. What an inspiring session on the power of small steps. A strong reminder that consistent small efforts can lead to big change. Thank you, JFS Arun Joseph, for guiding us through this thought-provoking journey and encouraging us to take steady steps towards our goals. Let's carry forward this message, start where we are, use what we have, and do what we can. Now, to formally express our gratitude, I invite JJ Karishma TS to propose the vote of thanks. Good afternoon, everyone. On behalf of JC Tripar, I extend our heartfelt thanks to our trainer, JFS Arun Jose, for leading today's inspiring session on the power of small steps. Your words reminded us that small, consistent actions truly lead to big results. A special thanks to our Vice President Training, JC Siddhesh Shashidharan, our Director Training, JC Savit Velil, and the entire Skills Sprint team for organizing this session so smoothly and effectively. To all our wonderful participants, thank you for your time, energy, and active involvement. Let's carry forward today's message by taking small steps every day towards our goals. Thank you once again, and we look forward to seeing you all next Sunday for the next Skills Sprint. Thank you. Thank you, JJ Karishma TS. Thank you all for being part of this meaningful session. So the learning never stops. See you all next week for the next sprint. Thank you, everyone. Thank you, sir. Thank you so much. Bye bye.